പ്രേസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എബ്രായ ലേഖനത്തിൻ്റെ 13:8. ക്രിസ്തു എന്നും ഒന്ന് തന്നെ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒന്ന് തന്നെ, അനന്യൻ. അതായത് ദൈവം ആത്മീയനാണ്. യോഹന്നാൻ സുവിശേഷത്തിൽ 4:24 പറഞ്ഞ മാതിരി ദൈവമായ ക്രിസ്തു ആത്മീയനാണ്. 2000 കൊല്ലം മുമ്പേ ഇവിടെ ജനിച്ച് ക്രിസ്തു തികച്ചും ആത്മീയനും ഭൗതികനുമായിരുന്നു ഇവിടെ ജനിച്ച സമയത്ത്. അതായത് 1 തിമോത്തി 3:16 പറ്റി നോക്കിയിട്ടുണ്ട്. പക്ഷെ മരിച്ചുപോയി ഉയർത്തപ്പെട്ട ക്രിസ്തു അവൻ പൂർണ്ണമായും ആത്മീയനായിട്ടാണ് ഉയർത്തപ്പെട്ടത്. എൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. എഫെസ്യർ 2:6 എഴുതി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ക്രിസ്തു എന്നും ഒന്ന് തന്നെ, ഒരു വ്യത്യാസമില്ല. അത് കാരണം നമ്മളെ തെറ്റിദ്ധാരണയാണ്. ആത്മീയരായ ദൈവത്തിനെ നമ്മൾ സമയപരിധിയിലേക്ക് കൊണ്ടുവരുന്നത്. ദൈവം സമയം സൃഷ്ടിച്ച ശക്തിയാണ്. ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്കാണ് സമയം. നമ്മൾക്കൊക്കെ, രക്ഷിക്കപ്പെട്ടവർക്കും രക്ഷിക്കപ്പെടാത്തവർക്കൊക്കെ അവർക്കാണ് സമയം. ആ സമയത്ത് നമ്മൾ 3 രീതിയിലാണ് കാണുന്നത്. ഒന്ന് പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ. അതായത് കഴിഞ്ഞു പോയ സമയം, ഇപ്പോൾ നടക്കുന്നത്, വരാൻ പോകുന്നത്. ആത്മീയനായ ക്രിസ്തു ഈ 3ലും ഉണ്ട്. അതുകൊണ്ടാണ് ക്രിസ്തു ഇന്നും ഇന്നലെയും ഒന്ന് തന്നെ. ഇനി നമുക്ക് ഒന്നും കൂടി ആഴത്തിൽ പോകാം. ക്രിസ്തു 2000 കൊല്ലം മുമ്പേ മരിച്ചു. ഇന്ന് 2025. ഇപ്പോൾ 2000 കൊല്ലം മുമ്പ് നോക്കുകയാണെങ്കിൽ അത് പാസ്റ്റാണ്. അതായത് കഴിഞ്ഞു പോയ സമയമാണ് 2000 കൊല്ലം. പക്ഷെ നമ്മൾ ജീവിക്കുന്നത് ഇന്നാണ്. ആ ക്രിസ്തു നമ്മളിലും ഉണ്ട്. 2 കൊരിന്ത്യർ 13:5. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടുന്നത് 2025 പാസ്റ്റ്, അതായത് കഴിഞ്ഞു പോയ ക്രിസ്തുവാണ് നമ്മളിലേക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം, ഇനി നമ്മളെ തലമുറയ്ക്ക് ഒരു 10 തലമുറയ്ക്ക് പിന്നെ വരാൻ പോകുന്നത്. അത് നമ്മുടെ സമയത്ത് എന്താ പറയുക, ഫ്യൂച്ചർ, വരാൻ പോകുന്നതാണ്. അത് ഭാവി. അപ്പം നമ്മളാണ് കാണിക്കുന്നത് സമയത്തിൻ്റെ പരിമിതിയിലേക്ക് വരുന്നത്, പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും. ഇനി നമുക്കൊന്നും കൂടി ചെയ്യാം. നമ്മളിന്ന് ജീവിക്കുന്നത് 2000 കൊല്ലം മുമ്പെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2025 രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിലാണ് രക്ഷിക്കപ്പെട്ടത്. 2000 കൊല്ലത്തിന് ശേഷമാണ് രക്ഷിക്കപ്പെടുന്നത്. 2050 അടുത്ത തലമുറ രക്ഷിക്കുകയാണ്, അതും ഫ്യൂച്ചറിലാണ്. പലരും ചോദിക്കും, ഫ്യൂച്ചറിൽ സമയം വരാത്തത് എങ്ങനെയാണ് രക്ഷിക്കപ്പെടുക? പക്ഷെ അതാണ് അനന്യനായ കൃഷ്ണൻ. എന്നൊരു വ്യത്യാസമില്ല. ആത്മാവിന് സമയമില്ല, പക്ഷെ നമ്മളത് പരിമിതിയിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് 2025 പഠിപ്പിക്കുകയാണെങ്കിൽ പറയും 2000 കൊല്ലം മുമ്പെയാണ് നമ്മളെ പാപം ക്ഷമിച്ചത്. അതുകൊണ്ട് ദൈവത്തെ സ്വീകരിച്ചത് നമ്മളോട് പാസ്റ്റ്, അത് കഴിഞ്ഞു പോയ പാപം മാത്രമേ ക്ഷമിച്ചിട്ടുള്ളൂ. ഇന്ന് നമ്മൾ വല്ല പാപം ചെയ്യുകയാണെങ്കിൽ അത് ക്ഷമിക്കാൻ പറ്റില്ല. അത് നമ്മൾ കൺഫസ് ചെയ്യണം. അത് തന്നെയല്ല, ഏറ്റു പറഞ്ഞതിന് ശേഷം നമ്മൾ കൺഫസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ എന്ന്. അത് തെറ്റായിട്ടാണ് ഈ സമയപരിധിയിലേക്ക് കൊണ്ടുവരുന്ന ക്രിസ്തു കാണിച്ചു തരുന്നത്. കാരണം എബ്രായർ 13:5 നോക്കുകയാണെങ്കിൽ അവിടെ പറയുകയാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടത് എന്നേക്കുമായിട്ടാണ്. ഒരു ദിവസത്തേക്ക് 4 ദിവസത്തേക്ക് എന്നേക്കുമായിട്ടാണ്. അതിൻ്റെ അർത്ഥം നമ്മളെ വല്ല തെറ്റും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കൺഫസ്, അതായത് ഏറ്റു പറയേണ്ടതല്ല അതിൻ്റെ അർത്ഥം. പറയണം.
പക്ഷെ അങ്ങനെയല്ല. രക്ഷ എന്ന് പറയുന്നത് എന്നും നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, ഞാൻ നിൻ്റെ പാവത്തെ ഒരിക്കലും ഓർമ്മിക്കില്ല എന്ന് എബ്രായ ലേഖനത്തിന് 10:17 പറയുന്നുണ്ട്. അപ്പം ആത്മീയനായ ക്രിസ്തുവിന് കഴിഞ്ഞു പോയതായാലും ഇന്ന് നടക്കുന്നതായാലും വരുന്നതിനായാലും ഓർക്കാൻ പറ്റും. കാരണം ആത്മാവിലാണ് ക്രിസ്തു ജീവിക്കുന്നത് എന്ന് ക്രിസ്തു അവൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ മനുഷ്യജീവിയായ നമ്മൾ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. നമ്മളെ സമയപരിമിതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് തോന്നും, കഴിഞ്ഞു പോയ പാവം മാത്രമേ നമ്മളോട് ദൈവം പൊറുത്തിട്ടുള്ളൂ. ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് ചെയ്യുന്ന പാവം പൊറുക്കാൻ പറ്റില്ല, നാളെ ചെയ്യുന്നത് പൊറുക്കാൻ പറ്റില്ല. പക്ഷേ വചനം അങ്ങനെയല്ലേ കാണിച്ചു തരുന്നത്. വചനം കാണിക്കുന്നത് നമ്മൾ ഇറ്റേർണലി വി ആർ സേവ്ഡ്. Hebrews 13:5. അതിൻ്റെ അർത്ഥം ആ മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് ക്ഷമിക്കാൻ പറയുക. ദൈവം എന്നേക്കും ക്ഷമിച്ചതാണ്. 1 യോഹന്നാൻ്റെ 7 മുതൽ 9 വരെ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ കാണാം. അതുതന്നെയല്ല, ഇന്ന് ലോകത്തിൽ ഒരു തെറ്റ് മാത്രമേ ഉള്ളൂ. അത് ക്രിസ്തുവിൽ വിശ്വസിക്കാത്തത് മാത്രമേ തെറ്റുള്ളൂ എന്ന് യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 16:8 പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും ദൈവത്തെ സമയപരിധിയിൽ കൊണ്ടുവരാൻ പാടില്ല. അതാണ് ഈ വചനം ചൂണ്ടിക്കാണുന്നത്. ക്രിസ്തുവിന് ഒരു മാറ്റം വരുന്നില്ല, നമുക്ക് മാറ്റം വരും. ഈ തലമുറ കഴിഞ്ഞ് പിന്നെ തലമുറ വരും. അങ്ങനെ 2025 കഴിഞ്ഞ് 2050 ആവും, 2100 ആവും. അവർക്ക് വ്യത്യാസമുണ്ടാകും, അവർ കാണുന്നത്. പക്ഷേ ക്രിസ്തുവിന് ഒരു വ്യത്യാസമില്ല. കാരണം ഈ ക്രൂശിൽ നടന്നത് എന്നേക്കുമായിട്ടാണ്. ആ ഒരു തെറ്റിദ്ധാരണ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ തിരുത്താൻ പറ്റും. പക്ഷേ പലരും പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അതിനുകൊണ്ട് പരിമിതിയിലുണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ സഭ അങ്ങനെയായിരിക്കും പഠിപ്പിക്കുന്നത്. അപ്പം വിശ്വാസികളെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ വചനത്തിൻ്റെ സത്യത്തെ ആർക്കും മറച്ചു വെക്കാൻ പറ്റില്ല. ഏത് സഭ എങ്ങനെ വേണമെങ്കിൽ പഠിപ്പിക്കാം. പക്ഷെ നിത്യത എന്നുള്ളതിൻ്റെ ഒരിക്കലും മാറ്റം വരാൻ പോകുന്നില്ല. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്നും അതുപ്രകാരം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നും ഉള്ള വിശ്വാസത്തിലാണ് ഞാനിത് എൻഡ് ചെയ്യുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.